പിണറായിസം അവസാനിപ്പിക്കാനായിട്ടാണ് അൻവർ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയ അൻവറിന് ഇപ്പോൾ LDFിനെയും തോൽപ്പിക്കണം, UDFിനെയും തോൽപ്പിക്കണം എന്നുള്ള മട്ടിലായി തീർന്നിരിക്കുകയാണ്. പക്ഷേ ഇനി വേറൊരു വശം കൂടിയുണ്ട്. അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി ഇരു മുന്നണികൾക്കും അങ്കലാപ്പിലായി തീർന്നിരിക്കുകയാണ്. കാരണം അൻവറിന് ഈ വോട്ട് മറിക്കാൻ അറിയാം. അൻവറിന് നിലമ്പൂരിൽ അല്പം സ്വാധീനവും ഉണ്ട്. 2016 21 വിജയിച്ചത് CPMന്റെ പിന്തുണയോടുകൂടിയാണെങ്കിലും ഈ അൻവറിസം വെച്ച് പുലർത്തുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് 2000 ആയാലും 4000 ആയാലും വോട്ടങ്ങ് മറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെ സൃഷ്ടിക്കും. ഇപ്പം LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ട് ഭരണത്തിന്. ഉള്ളതിലൊരു സീറ്റ് അങ്ങ് കുറയുമെന്നേ ഉള്ളൂ ഇവിടെ തോറ്റാൽ. പക്ഷേ അതൊരല്പം അഭിമാനക്ഷതം ഉണ്ടാകും. അതുപോലെ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെയും അത് ബാധിക്കും. അതിൽ നിന്ന് ഉടനെ ജനം വിധി എഴുതുന്നത് കേരളത്തിൽ ഒരു പിണറായി വിരുദ്ധ തരംഗമുണ്ട്, അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ട് എന്നായിരിക്കും. അത് UDF നേടിക്കഴിഞ്ഞാൽ അവർക്ക് വേറൊരു തരത്തിൽ നേട്ടമുണ്ടാക്കും. കുറച്ച് നാളായിട്ട് അൻവറിനെ പിടിച്ച് മുറ്റത്ത് നിർത്തിയിരിക്കുകയാണ് മഴ നനഞ്ഞുകൊണ്ട്. അത് സഹികെട്ടു അൻവർ. VD സതീശൻ്റെ കാല് നിൽക്കാനില്ല ഞാൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പോയി ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ മമതാ ബാനർജിയെ ഇവിടെ കൊണ്ടുവന്നൊന്ന് വരട്ടാമെന്നൊക്കെയാണ് കരുതുന്നത്. ഇന്ത്യ മുന്നണിയിലെ കക്ഷിയാണ് തൃണമൂലെങ്കിലും തൃണമൂൽ ആ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന സമയം മുതൽ തന്നെ ഉടക്കി നിന്നിട്ടുള്ള ആളാണ്. തൃണമൂൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ബംഗാളിൽ തന്നെയാണ് വലിയ ഇടമുള്ളത്. അവർക്ക് ബംഗാൾ വിട്ട് കൂടുതലായിട്ടൊന്നും അങ്ങ് ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിക്കണമെന്നൊന്നും വലിയ ആഗ്രഹമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് മമതയ്ക്ക് ആഗ്രഹവുമുണ്ട്. എന്തായാലും അൻവറിനെ കഴിയുന്ന രീതിയിൽ അൻവറിന് ഏതായാലും ഒരു ഇടം കൊടുത്തിടമാണല്ലോ തൃണമൂൽ കോൺഗ്രസ്. ആദ്യം നമുക്കറിയാം സ്റ്റാലിൻ്റെ അടുക്ക പോയി. അപ്പോൾ ഇവിടുത്തെ മുമ്പെടുത്ത സ്റ്റാലിൻ എന്ത് ചെയ്തു? അവിടുത്തെ സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞു അടുപ്പിക്കരുത്. അങ്ങനെയാണ് മമതയുടെ അടുക്കലേക്ക് പോയത്. ആ മമതയുടെ അടുക്കൽ പോയി ആ ഒരു ബലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ മത്സരിച്ച് കാണിക്കാമെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അൻവറിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ഇരു മുന്നണികൾക്കും അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്. കാരണം മത്സരം ഒരു തരത്തിൽ ഒരു നല്ല മത്സരമായിട്ട് കടന്നു വരികയായിരുന്നു. ആര്യാടൻ ഷൗക്കത്തും സ്വരാജും അതുപോലെ തന്നെ BJPയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളിന് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രൈസ്തവ വോട്ടുകളും അറിയാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ UDFന് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു അനൈക്യമായിട്ട് കണക്കിലെടുക്കും. കാരണം അവസരം കിട്ടിയിട്ടും അത് വേണ്ട തരത്തിൽ മുതലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ ഈ പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് വന്നു കഴിഞ്ഞതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയം നേടിയവരാണ് കോൺഗ്രസ്. പക്ഷെ അതിൻ്റെ സാഹചര്യം അല്പം വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ തൃക്കാക്കരയിൽ നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് PT തോമസിനോടുള്ള ഒരു സഹതാപ തരംഗമുണ്ട്. അതാണ് തോമസിന് ഭൂരിപക്ഷം വർദ്ധിക്കാൻ ഇടയായത്. അവിടെ പിണറായി വിജയനും സംഘവും നാളുകളോളം ക്യാമ്പ് ചെയ്തു. എങ്ങനെയും തോമസിനെ തോൽപ്പിക്കണം. അവിടുത്തെ വോട്ടർമാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് 2016 2021 ഒരബദ്ധം സംഭവിച്ചു, അത് തിരുത്താനുള്ള സമയമാണ് എന്ന് പറയുകയുണ്ടായി. ജനം അത് തിരുത്തി കൊടുത്തു. ഏത് തരത്തിൽ? CPMന്റെ സ്ഥാനാർത്ഥി ഏതോ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറെ 8 നിലയിൽ പൊട്ടിച്ച് അവിടെ നിന്ന് ചാക്കിനകത്താക്കി പറഞ്ഞു വിടുകയും ചെയ്തു. പിന്നീട് പുതുപ്പള്ളിയിൽ നേടിയ ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹമാണ്. അത് കേരളം മുഴുവൻ ഒന്നിച്ചു നിന്നതാണ്. അത് അത്തരത്തിലുള്ള ഭൂരിപക്ഷമാണ് അവിടെ വർദ്ധിച്ചത്. ഉമ്മൻചാണ്ടിക്ക് 2021 മത്സരിക്കുമ്പോൾ അവിടെ നിന്നുള്ള ഭൂരിപക്ഷം 9000-ലധികം വോട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം കുറവായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മഹത്വം കൂടുതൽ
പരക്കെ അങ്ങോട്ട് വ്യാപിക്കാൻ തുടങ്ങി. ഏവരും അംഗീകരിക്കുന്ന ഒരാളായി ഉമ്മൻചാണ്ടി മരണശേഷമാണ് മാറുന്നത്. അതാണ് ചാണ്ടി ഉമ്മന് അത്രത്തോളം ഭൂരിപക്ഷത്തിൽ എത്തിച്ചത്. പിന്നെ പാലക്കാടുണ്ടായ മറ്റൊരു വിജയം, ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞു, വിജയിച്ചു അവർ. അവിടെ നിന്ന് മനസ്സിലാക്കുക അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്നുള്ളത്. ഇനി ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് LDF പിന്നെ തീർച്ചപ്പെടുത്തും. LDFന് വിജയം കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് മൂന്നാം വട്ടവും തുടർഭരണത്തിനുള്ള ശക്തി ആക്കം കൂട്ടുന്ന ഒന്നായി മാറും. അവർക്ക് മൂന്നാം വട്ടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് തന്നെയായിരിക്കും. ഇപ്പോൾ അൻവറിന് UDFിലേക്ക് പ്രവേശം നിഷേധിച്ചതിന് പിന്നിൽ VD സതീശനാണെന്നുള്ള പ്രധാന കാരണമാണ് ലീഗ് പോലും കാണുന്നത്. ലീഗ് അക്കാര്യത്തിൽ VD സതീശനെ വിമർശിക്കുന്നുമുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ കൂടെ നിർത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അൻവറിലൂടെ പല കാര്യങ്ങളും നേടാനുള്ള നീക്കമാണ് ലീഗ് നടത്തുന്നത്. ഇത് കേരളത്തിലെ മറ്റ് മതസ്ഥർ കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. ക്രൈസ്തവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കിയിരിക്കുന്നതും അവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ പോകുന്നതും. അത് ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതിൽ നിന്ന് BJP ഒരു കാര്യം എന്തായാലും തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഭാവിയിൽ വരാൻ പോകുന്ന തദ്ദേശവും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവ സ്വാധീനം BJPയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടാനും പോവുകയാണ്. അപ്പോൾ എന്തായാലും മുന്നണികൾക്ക് പൊതുവെ ഇപ്പോൾ വാശി കൂടിയിരിക്കുകയാണ്. ഇരു മുന്നണികളെ നമ്മൾ നോക്കിയാൽ മതി. അവിടെ അതാണല്ലോ ശക്തമായ മത്സരം. LDFും UDFും അവരുടെ ആ വാശി ഇങ്ങനെ പെരുപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അൻവർ. കാരണം അൻവർ ഏതു തരത്തിൽ വോട്ട് മറിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു അങ്കലാപ്പ് അനുഭവപ്പെടുന്നവരാണ് ഇരു മുന്നണികളും. ഇനിയും UDF തോറ്റു കഴിഞ്ഞാൽ അത് VD സതീശന്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. സതീശനെ മുൾമുനയിൽ നിർത്തും എല്ലാവരും കൂടി. സതീശൻ പല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കേണ്ടി വരും. അൻവർ വോട്ട് മറിച്ചതാണ് എന്നുള്ളത് വരും. അൻവർ അവിടെ നേടുന്ന വോട്ടിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിന് VD സതീശൻ ഉത്തരം പറഞ്ഞേ മതിയാവൂ. VD സതീശൻ 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനായിട്ട് കുപ്പായം തയ്ച്ച് നിൽക്കുന്ന ആളാണ്. ആ വേളയിൽ ഈ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ, വേണ്ടവണ്ണം വിനിയോഗിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഇപ്പം സുധാകരനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയൊക്കെ ഒരുതരം അഴുകുഴമ്പൻ നിലപാടുകളാണ് ഈ അൻവറിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. സതീശൻ കൃത്യമായ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. പക്ഷെ അത് UDFന് പ്രതികൂലമായാൽ സതീശൻ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ്.